ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ അത്താഴം വെക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ വെള്ള അരിയാണ് ഇടുന്നത്. അതിനുശേഷം പിന്നെ പുള്ളിയുടെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സാധനമാണിത്. പഠനത്തിൻ്റെ ഇടവേളയിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അത് അവനൊരു എനർജി കിട്ടിക്കോട്ടെ, പരീക്ഷയല്ലേ, അതുകൊണ്ടാണ്. ഹലോ ഗൈസ്, നമുക്കിനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. പിന്നെന്താ, നമ്മൾ ഇന്നലെ വെച്ച ബീഫ് കറി ഇന്നലെ രാത്രി കഴിച്ചു, ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചതുകൊണ്ട് ഇനിയും ബാക്കിയുണ്ട്. പിന്നെ രാത്രിയും കൂടെ അത് കഴിക്കുന്ന കാര്യം കഷ്ടമാണ്. എന്നാലും അത് കളയത്തില്ല, എടുത്ത് വെച്ചിട്ടുണ്ട്, നാളെ രാവിലെ കഴിക്കും. കളയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രി വളരെ സിമ്പിളായിട്ടൊരു കറിയാണ് വെക്കാൻ പോകുന്നത്. തൈരും ഇതും വെച്ചിട്ടാണ് നമ്മളൊരു കറി വെക്കാൻ പോകുന്നത്. ചോറ് തിളച്ച് ഒരു മിനിറ്റ്. പിന്നെന്താ, പിന്നെ പപ്പടം. പിന്നെ നമ്മളിന്ന് വെള്ളച്ചോറാണ് വെക്കുന്നത്. ആക്ച്വലി എനിക്ക് അതിനും വെള്ളച്ചോറ് അധികം കഴിക്കാൻ പാടില്ലെന്നാണ്, കാരണം നമുക്ക് മഞ്ഞപ്പിത്തം വന്നിട്ടുള്ളതുകൊണ്ട് അതധികം കഴിക്കാൻ പാടില്ലെന്നാണ്. പക്ഷേ ഈ തൈരിൻ്റെ കൂടെ, ഞാൻ ഈ വെക്കുന്ന കറിയുടെ കൂടെ ഈ വെള്ളച്ചോറ് കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പം ഞാൻ ഇന്ന് ആദ്യം പാത്രം കഴുകിയിട്ട് നമ്മുടെ കുഞ്ഞു കറി റെഡിയാക്കുന്നതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഓക്കെ, ശരി. എന്താ, നമ്മൾ ആദ്യം തന്നെ പപ്പടം വറുക്കാൻ പോകണം. അതിലേക്ക് നമ്മൾ ആദ്യം പപ്പടം ചെറിയ ചെറിയ പീസാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടിയടപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ സവോളയും വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ കുരുമുളക് പൊടി, ചതച്ച മുളക്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് പപ്പടം കൂടെ ഇട്ടിട്ട് ഇളക്കി വെച്ച്. പിന്നെ എന്താ, നമ്മൾ മോര് നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്കും ഇതേപോലെ ചെറിയുള്ളി, പിന്നെ അതിൽ സ്പെഷ്യലായിട്ട് നമ്മൾ ചേർത്തത് കൊണ്ടാട്ടമുളക് വറുത്തെടുത്തിട്ട് പൊടിച്ച് വെച്ച്, അത് ഇതേപോലെ തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഉലുവ, കടുക്, കറിവേപ്പില, ചെറിയുള്ളി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ശരിക്കും നല്ലൊരു ബ്രൗണിഷായിട്ട് തന്നെ വരണം. എന്നിട്ട് നമ്മൾ അതിനെ അങ്ങനെ എടുത്ത മോരിലേക്ക് ഇട്ടിട്ട്, പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ, എന്താ മറ്റേ സംഭവം കൊണ്ടാട്ടമുളക്, അത് വറുത്തെടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മീൻസ് അതിൻ്റെ അരിയൊക്കെ കുറച്ച് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ആ കൊണ്ടാട്ടമുളകിനെ എടുത്തിട്ട് നമ്മൾ ഈ മോരിലേക്ക്, തൈരിലേക്ക് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ട്, ആഹാ, നല്ല അന്തസ്. നമ്മളുടെ ആ വെള്ളച്ചോറിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും എന്നാണ് വിചാരം. കഴിച്ച് നോക്കിയിട്ട് പറയാം. അതിൽ കുറച്ചുകൂടെയൊക്കെ കടുകും ഉലുവയൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. ഇതിൽ ഉലുവ ഇട്ടത് കൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക സ്മെല്ല് വരുന്നുണ്ട്. ഇത് ഒരു നല്ല രസമുണ്ട് ആ ഒരു സ്മെല്ല്. ഇന്നത്തെ നമ്മുടെ അത്താഴം ഇന്ന് വളരെ സിമ്പിൾ ആൻഡ് സ്പെഷ്യൽ. ഓക്കെ, ഈ കറി ഇതിന് ചോറിന്റെ പുറത്ത് ഒഴിക്കുന്നതായിരിക്കും ടേസ്റ്റ്. എപ്പം സൈഡിൽ എവിടെ ഒഴിക്കണം? സൈഡിൽ ഒഴിച്ചാൽ മതിയോ? സൈഡിൽ ഒഴിച്ചോ, പുറത്ത് അത് ഞാൻ കോഴിട്ടിന്നോളാം. ഓക്കെ, കണ്ടല്ലോ. തൈര്, കൊണ്ടാട്ടമുളക് ഒരു സ്പെഷ്യലാണ്. തൈര് വെച്ചൊരു സ്പെഷ്യലായിട്ടാണ്. എന്താണ്? പിന്നെ പപ്പടം, കുരുമുളകും, അതും ഒരു സ്പെഷ്യലായിട്ടാണ്. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ പല തരം മുളകുകളാണ് അല്ലേ അല്ലേ? അവിടെ മൂലൊക്കെ വെച്ച് അയ്യോ, അവിടെ വീണ് സാരില്ലല്ലേ, അതൊക്കെ തുറക്കാം. മോരൊക്കെ എടുത്തിട്ട് കഴിക്ക്. ഫേസ് ഒരിക്കലും ഫേസ് കാണത്തില്ല. എങ്ങനെയുണ്ട്? ചച്ചു കഷ്ടമുണ്ട് ചേച്ചു, സത്യസന്ധമായിട്ട് വീഡിയോയ്ക്ക് വേണ്ടി പറയല്ലേ ചേച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടാ? സൂപ്പറാണോ? സക്സസ് ആയ ഇത്?